അങ്ങനെ ഈ പൂനെയിലേക്കുള്ള യാത്രയിൽ അവനെയും കൂട്ടി ഞാൻ നേരെ വിട്ടു. അങ്ങനെ വിട്ടപ്പോഴാണ് എന്നാൽ പിന്നെ ഫുഡ് അടിക്കാന്നുള്ളൊരു മൈൻഡായത്. അപ്പോഴാണ് ഈ ഒരു കഞ്ഞിക്കട നമ്മൾ സ്പോട്ട് ചെയ്തത്. അങ്ങനെ നേരെ ചെന്നു. ഈ അമ്മയുടെയാണ് ഈ കഞ്ഞിക്കട. നല്ല അടിപൊളി പൊടിയേരിക്കഞ്ഞി കൂട്ടി പിടിക്കാമെന്ന്. അങ്ങനെ ആ പൊടിയേരിക്കഞ്ഞിയും കൂട്ടി പിടിക്കാന്നുള്ള മൈൻഡ് സെറ്റിൽ നേരെ ടേബിളിലേക്ക്. അങ്ങനെ താണ്ടെ നല്ല മുളക് ചമ്മന്തി. അങ്ങനെ മുളക് ചമ്മന്തി ചമ്മന്തി ഇട്ട് നേരെ ഒരു പിടിയും പിടിച്ചു. പോകാൻ നേരമാണ് അതിൻ്റെ ചില്ലുകൂട്ടി കിടക്കുന്ന ബോണ്ട കണ്ടത്. അതും മേടിച്ചു. അങ്ങനെ അമ്മച്ചിക്ക് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് വിട്ട് ആഹിയ എടുക്കാറായപ്പോഴത്തേക്ക് ഒരു ചായ കുടിച്ചാലോ എന്നുള്ള തോന്നല്. പിന്നെ നോക്കിയില്ല, ഞങ്ങൾ അവിടെ അങ്ങ് നിർത്തി. അങ്ങനെ താണ്ടെ നേരെ ഈ ചില്ലും കൂട്ടി കിടക്കുന്ന സാധനം മൊത്തം ട്രൈ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയില്ല. അടിപൊളി, കൊള്ളാം. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളാണ്ട് ഈ ഒരു സ്ട്രോങ് ചായയൊക്കെ കുടിച്ച് നേരെ വണ്ടിയിലേക്ക്. അങ്ങനെ വണ്ടി എടുത്ത് നേരെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഡീസൽ അടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. മാഹിയിൽ നമ്മുടെ ഇവിടത്തേക്കാളും 13 രൂപയാണ് കുറവ്. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു. ജിയോ പമ്പിൽ കയറി അടിച്ചു കഴിഞ്ഞാൽ 1 രൂപ ഞങ്ങളുടെ വ്യത്യാസം ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെയാണ് ജിയോ പമ്പിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ സത്യം അറിഞ്ഞത്. ജിയോ പമ്പിൽ ഇവിടെ എല്ലാം ഒരേ റേറ്റ് തന്നെ. 13 രൂപ കുറവുണ്ട്, പക്ഷെ ഒറ്റ റേറ്റ് തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് പോയി ഞങ്ങളൊരു പാനിപൂരിയൊക്കെ അടിച്ച് അങ്ങനെ നേരെ ഞങ്ങൾ ഉടുപ്പിയിലെത്തി. അങ്ങനെ ഉടുപ്പിയിലെത്തി നേരെ കർണാടകയിലേക്ക്. നമ്മുടെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മളല്ലാതെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണം കേട്ടോ.